ഒരു ഗൗരവമായ വിഷയമാണ് സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 2026 ഫെബ്രുവരിയിലാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ സ്തംഭിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസ്, അതിൽ ഹർജിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഒത്തുകളിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലൂടെ ഒരിടക്കാല വിധി വന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. 2025 കേന്ദ്ര സർക്കാർ അതേവരെ ഉണ്ടായിരുന്ന വഖഫ് നിയമം പൊളിച്ചെഴുതി സമഗ്രമായി ഭേദഗതി ചെയ്യുന്നത്. അത് സംഘ് പരിവാർ അജണ്ട അനുസരിച്ചുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള നടപടികളുണ്ടായി. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഭേദഗതിയായി കൊണ്ടുവന്നു. ഇവിടെ മുസ്ലിം ആചാരപ്രകാരം 5 വർഷമെങ്കിലും ജീവിച്ചുവെന്ന് തെളിയിക്കുന്നയാൾക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നെല്ലാമുള്ള ഭേദഗതികളും അതോടൊപ്പം വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഇത്തരമൊരു നിയമം പാസാക്കിയെങ്കിലും സംസ്ഥാനങ്ങളിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആ നിയമം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സർക്കാരുകൾ ഈ വന്ന വിവാദമായ വകുപ്പുകളോട് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. പുതിയ ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോൾ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇതേവരെ തുടർന്നു വരുന്നത്.
ഇവിടെ വിവിധ മതവിഭാഗങ്ങളുടെ ഒട്ടേറെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അവയിലെല്ലാം അവയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു മതസ്ഥർ കൈകടത്തുന്നത് സാധാരണഗതിയിൽ ശരിയായ രീതിയല്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നില്ല പൊതുവിൽ. ഇതിന് യോജിക്കാത്ത, ഇതിനെതിരായ സമീപനമാണ് പുതിയ വഖഫ് ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇവിടെ കാണേണ്ട പ്രത്യേകത, രാജ്യത്തുള്ള മതവിഭാഗങ്ങളിൽ ഒന്നാണ് മുസ്ലിം. ഈ മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം സംവിധാനമാണ് വഖഫ് ബോർഡ്. അതിൻ്റെ മാനേജ്മെൻറ്റിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിയത്. അതാണ് നിയമഭേദഗതിയിലൂടെ BJP സർക്കാർ പ്രാവർത്തികമാക്കിയത്. ഇത് ഇന്ന് മുസ്ലിമെതിരെയാണ് വന്നതെങ്കിൽ നാളെ മറ്റു മതവിഭാഗങ്ങളുടെ കാര്യത്തിലും സ്വീകരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. പൊതുവിൽ മതനിരപേക്ഷ സമീപനത്തിന് നിരക്കാത്തതും മതനിരപേക്ഷ വിരുദ്ധവുമായ നിലപാടാണ് ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ളത്. LDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് 2024 ഒക്ടോബർ 14 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയം ഐകകണ്ഠ്യേനയാണ് നിയമസഭ അംഗീകരിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു ഇടപെടലിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഏത് കാര്യത്തിലാണോ ആശങ്ക പ്രകടിപ്പിച്ചത്, ആ നിയമം അതിൻ്റെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പൂർണ്ണമായി നടപ്പാക്കാനാണ് ഞങ്ങൾ തയ്യാറാകുന്നത് എന്നാണ് കേരള ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യവും ഓർക്കേണ്ടതാണ്. ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ ഇടതുപക്ഷം ശക്തമായി അതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഇടതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ KC വേണുഗോപാൽ നിയമത്തിനെതിരായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം അവഗണിക്കുന്ന നിലയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. 2026 ജൂലൈ 14 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചു. അതിൽ രേഖാമൂലം ബോധിപ്പിച്ച കാര്യമാണ്. അതിങ്ങനെയാണ്: കോട്ട്, ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് സ്ട്രിക്ട്ലി
in compliance with the mandate of Section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act. ഇതാണ് രേഖാമൂലം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിലുള്ള ഭാഗം. മുസ്ലിം ലീഗിന്റെ നോമിനിയായ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ PM സനീർ മുഖാന്തരമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കേസിന്റെ വിചാരണക്ക് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവുകയും ചെയ്തു. ഇതേ നിലപാട് തന്നെയാണ്, കാരണം സർക്കാരിന്റെ നിലപാടാണ് അഡ്വക്കേറ്റ് ജനറലും കോടതിയിൽ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഹർജിക്കാരോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള യോജിപ്പ് കോടതിയെ അറിയിച്ചു. വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ 1-ാം ഭേദഗതി അനുസരിച്ച് 11-ൽ കവിയാത്ത അംഗങ്ങളെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്താണ് ബോർഡ് രൂപീകരിക്കേണ്ടത്. ഈ 11-ൽ 9 പേരെ നിയമിച്ചാണ് നേരത്തെ LDF കാലത്ത് ഉത്തരവായത്. ബാക്കി 2 പേരെ ഉടൻ നിയമിക്കുമെന്ന് ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിയമത്തിലെ 14-ാം വകുപ്പിൽ ആകെ അംഗങ്ങളിൽ 2 പേര് അമുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയ, സുന്നി, മറ്റു മുസ്ലിങ്ങളിലെ പിന്നോക്ക സമുദായക്കാർ എന്നിവരുടെ പ്രതിനിധികളും ബോർഡിൽ ഉണ്ടാവണമെന്ന് നിർദ്ദേശമുണ്ട്. അതത് സംസ്ഥാനങ്ങളിൽ ഗണ്യമായ അംഗങ്ങളുണ്ടെങ്കിൽ ബോറ, അഖാഖാനി ഈ വിഭാഗങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്നുണ്ട്. ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം കൈക്കൊള്ളാവുന്നതാണ്. ഇവിടെ വഖഫ് ബോർഡിന്റെ യോഗം ചേരുന്നതിന് ഉള്ള കോറം 5 അപ്പോൾ 11-ൽ 5 പേരാണ് കോറം. ആ നിലയിൽ പരിശോധിച്ചാൽ വഖഫ് ബോർഡ് യോഗം ചേരാനോ തുറന്നുള്ള പ്രവർത്തനം നടത്താനോ ഇപ്പോൾ നിയമപരമായി ഒരു തടസ്സവുമില്ല. പക്ഷേ കോടതിയിൽ വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കേന്ദ്ര നിയമത്തിനനുസരിച്ച് നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് UDF സർക്കാരും അഡ്വക്കേറ്റ് ജനറലും നിലപാടെടുത്തത്. ഇത് BJP ഇതര സംസ്ഥാനങ്ങളിൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരമൊരു ഭേദഗതി നടപ്പാക്കുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ്. ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയാകെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വിഭാഗങ്ങളിൽ 2 അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തില്ല എന്നും മറ്റുമാണ്
ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഒരു ഹർജിക്കാരൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഫയൽ ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. സ്വത്ത് വഖഫ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തിലെ ചില ഭാഗങ്ങളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അത്തരമൊരു ഇടപെടൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങൾ, അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളുണ്ട്. ആ ഹർജികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നത് IUML-ന്റെ ഹർജിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഏറ്റവും രസാവഹമായ കാര്യം, ലീഗിന്റെ മന്ത്രിയാണ് വഖഫ് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി. ആ ചുമതല ഏറ്റെടുത്ത ഉടൻ ലീഗിന്റെ പ്രഖ്യാപിത നയത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇത് വ്യക്തിപരമായി ആ മന്ത്രിയുടെ നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാട് മന്ത്രി എടുത്തത് എന്ന് മാത്രമേ കരുതാനാവൂ. തീർത്തും വിരോധാഭാസമായൊരു കാര്യമാണിത്. ഈ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിലപാട് വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് LDF സർക്കാർ കേന്ദ്ര നിയമത്തിനോടുള്ള നയപരമായ എതിർപ്പിനോടൊപ്പം അമുസ്ലിങ്ങളായ അംഗങ്ങളെ കോടതിയുടെ തീർപ്പനുസരിച്ച് ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ പിന്നീട് നിലപാടെടുക്കാം എന്ന സമീപനം LDF സർക്കാർ സ്വീകരിക്കാനിടയായത്. രാഷ്ട്രീയമായി നോക്കിയാൽ ഈ നിലപാടിനോട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ യോജിച്ചവരാണ് UDF. എന്നാൽ ഭരണത്തിൽ വന്ന ശേഷം പൊതുവെ ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കുമെല്ലാം ആശങ്ക ഉളവാക്കുന്ന വിധത്തിലാണ് ഇവരെ കൂടി, ഈ രണ്ട് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താം, അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന നിലപാട് കോടതിയിൽ UDF ഗവൺമെന്റ് അറിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF ഉയർത്തിയ രാഷ്ട്രീയ ഡീൽ, അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹം ഓർക്കുന്നുണ്ടാകും. അതെല്ലാം അവർക്ക് തന്നെ ചേരുന്നതാണ് എന്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ്
ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതി, SIR പ്രക്രിയ, ഇതെല്ലാം കേന്ദ്ര സർക്കാർ വ്യാപകമായി ദുരുപയോഗം ചെയ്തത് നാം കണ്ടതാണ്. ഇപ്പോ വലിയൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. അതിലേക്ക് വിശദമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന ചില പ്രദേശങ്ങൾ ജനസംഖ്യാ വ്യതിയാനം, ഡെമോഗ്രാഫിക് ചേഞ്ച് പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഇത് വലിയ വിവാദമാണ് ഉയർത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ സമീപനം എന്താണ് എന്ന് മതനിരപേക്ഷ സമൂഹത്തിനൊക്കെ നല്ല വ്യക്തതയോടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ മതപരമായും വർഗീയമായും വിഭജിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ മറ്റൊരു ഉൽപ്പന്നമായാണ് ഈ പുതിയ കേന്ദ്ര വഖഫ് നിയമത്തെ കാണേണ്ടത്. LDF കാലത്ത് ആ നിയമത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് നടത്തിയിട്ടുള്ളത്. ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ അവരോട് യോജിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരത്തിന് വഴങ്ങി പൂർണ്ണമായും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിയമം നടപ്പാക്കാമെന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. ഇക്കാര്യത്തിൽ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ആശങ്ക ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് കാണേണ്ടത്.